ബിജെപിയിൽ നിന്നും രാജിവെച്ച നടൻ ദേവൻ ഗുരുദേവ ദർശനങ്ങളാണ് തന്റെ രാഷ്ട്രീയമെന്നും അത് നടപ്പിലാക്കാനാകുന്നില്ലെന്നും വിമർശനം. രാജ്യപ്രഖ്യാപനം കണിച്ചുകുളങ്ങരയിലെ വേദി. പരീക്ഷയെ മറയാക്കി വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ പരാതി. പോലീസ് മേധാവിയെ സമീപിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ചോദ്യങ്ങൾ തരാമെന്ന അവകാശവാദങ്ങൾ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഓണപ്പരീക്ഷ തുടങ്ങാനിരിക്കെ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന ആവശ്യം. തിരുവനന്തപുരം പട്ടത്ത് വൻ തീപിടുത്തം. പ്ലാമൂട്ടിലെ ഫർണിച്ചർ കടയും ഗോഡൌണും കത്തിനശിച്ചു. രാവിലെ 11 മണിയോടെ സംഭവം. 1.5 മണിക്കൂറിന് ശേഷം തീയണച്ചു. കോൺഗ്രസ് വന്ദേമാതരത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് കടുത്ത നീക്കവുമായി ബിജെപി. മാപ്പ് പറയണമെന്ന് അമിത്ഷാ. സോണിയാഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം. നിങ്ങളുടെ പ്രവൃത്തികൾ നേരത്തെ കണ്ടതാണെന്ന് പരാമർശം. വന്ദേമാതരത്തെ അപമാനിച്ചതിൽ കേസെടുക്കണമെന്ന് പോലീസിൽ പരാതി. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാതെ സംസ്ഥാന സർക്കാർ നിയമലംഘനം നടത്തിയെന്ന് ബിജെപി. വന്ദേമാതരത്തെ സർക്കാർ അപമാനിച്ചു. പൂർണ്ണമായി ആലപിക്കാനായിരുന്നു നിർദ്ദേശം. വി.ഡി. സതീശൻ നിയമസംഹിതയെ വെല്ലുവിളിച്ചു. നിയമപരമായി നേരിടും. പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. ദേശീയഗാനവും വന്ദേമാതരവും ഒരു മുസ്ലിമിനെയും ബാധിക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ജിന്നയുടെ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വിവാദത്തിന് ബിജെപിക്ക് താല്പര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ശ്രമിച്ചാൽ ബിജെപി വഴങ്ങില്ല. കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്നത് കോമാളിത്തരമെന്നും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ. കോഴിക്കോട്ടെ ദേശീയഗാന വന്ദേമാതര വിവാദങ്ങളിൽ തുടർ നീക്കങ്ങൾ. ദേശീയഗാനം ആലപിക്കാതെ വന്ദേമാതരം പാടിയ ബിജെപി കൗൺസിലർ നവ്യ ഹരിദാസിന്റെ മൊഴിയെടുത്ത് പോലീസ്. തനിക്കെതിരെ പരാതി നൽകിയത് സ്ഥലത്തില്ലാത്ത ലീഗ് കൗൺസിലറെന്ന് നവ്യ ഹരിദാസിന്റെ മറുപടി. മാർത്താണ്ഡത്ത് നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. സംഭവം കരിങ്കൽ ബദൽഹേം കോളേജിൽ. മരിച്ചത് 3ാം വർഷ വിദ്യാർത്ഥി നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശി അൻസിജി. അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്ന് ബന്ധുക്കൾ. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരിച്ചത് അരുണാചൽ സ്വദേശി മിച്ചി മിർപ്പു, 3ാം വർഷ ബിടെക് വിദ്യാർത്ഥി. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതിൽ മനം നൊന്നുള്ള ആത്മഹത്യയെന്ന് സംശയം. ഈറട്ടാവുമെന്ന് ഭയപ്പെട്ടിരുന്നതായി സഹപാഠികൾ. പ്രദേശത്ത് സംഘർഷം. കാസർഗോഡ് മീപ്പുകുരി സ്വദേശികളായ അച്ഛനും മകനും തൂങ്ങി മരിച്ച നിലയിൽ. ഗണേശൻ, മകൾ വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. പരവനടുക്കം സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് വൈഷ്ണവി. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇന്നലെ രാത്രി 11:10 കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിനടുത്ത വാടക വീട്ടിൽ. കരുനാഗപ്പള്ളി വെൽഫെയർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാലിനെ കാണാനില്ലെന്ന് പരാതി. കന്നേറ്റി സ്വദേശിയാണ്. കളിക്കാൻ പോയ കുട്ടി വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. കന്നേറ്റി കായലിന് സമീപം സൈക്കിളും ജേഴ്സിയും കണ്ടെത്തി. ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ ആരംഭിച്ചു. പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിനെ തുടർന്ന് നാടുവിട്ട +2 വിദ്യാർത്ഥി ശിവസൂര്യയ്ക്കായി തിരച്ചിൽ തുടരുന്നു. അന്വേഷണം കണ്ണൂർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ. ശിവസൂര്യ വീട് വിട്ടത് കാശിക്ക് പോകുന്നുവെന്ന് എഴുതിവെച്ച് ഫോൺ വാങ്ങിവെക്കാൻ കാരണം ഓൺലൈൻ ഗെയിമിന് അടിമയായി പണം കളഞ്ഞതോടെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. ഓണത്തിരക്ക് പരിഗണിച്ച് ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ. 20-ന് വൈകിട്ട് 5:10 ബംഗളൂരുവിൽ നിന്നും പുറപ്പെടും. പിറ്റേന്ന് രാവിലെ 10-ന് തിരുവനന്തപുരം നോർത്തിലെത്തും. മടക്കയാത്ര 22-ന് ഉച്ചയ്ക്ക് 12:40. 23-ന് രാവിലെ 6-ന് ബംഗളൂരുവിൽ എത്തും. ഒരു AC ചെയർ കാർ, 3 3 ടയർ, 10 സ്ലീപ്പർ കോച്ചുകൾ, 4 ജനറൽ കോച്ചുകൾ എന്നിവ ട്രെയിനിലുണ്ടാകും. മുഖ്യമന്ത്രി വിജയെയും കുടുംബത്തെയും അപമാനിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെ പരാതി.
നൈനാർ നാഗേന്ദ്രന്റെ പ്രസംഗങ്ങളും ശബ്ദരേഖകളും പിടിച്ചെടുക്കണമെന്നും ആവശ്യം. പരാമർശം രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ചുകൊണ്ടെന്നും പരാതി. അച്ഛനെ തിരഞ്ഞിട്ട് കാണാത്തവർ വീട്ടിലെ അമ്മയോട് ചോദിക്കണമെന്നതായിരുന്നു BJP അധ്യക്ഷന്റെ വിവാദ പരാമർശം. കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അസാധാരണ സ്ഥലം മാറ്റത്തിൽ റിപ്പോർട്ട് തേടി DGP. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകണം. ASI P. ബിജുവിനെ സ്ഥലം മാറ്റിയത് 3 തവണ. ബംഗാൾ മുൻ മന്ത്രി ആശിഷ് ബാനർജിയെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടത് ബീർഭൂമിലെ വീടിനോട് ചേർന്നുള്ള പാർട്ടി ഓഫീസിൽ. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു. ഉത്തരാഖണ്ഡ് ചമോലിയിലെ മണ്ണിടിച്ചിലിൽ 8 മരണം. ദുരന്തം. വിഷ്ണുവേഗ പിബൽകോട്ടി ജലവൈദ്യുത പദ്ധതിക്കായി നിർമ്മിച്ചിരുന്ന തുരങ്കത്തിനുള്ളിൽ. അപകട സമയത്ത് തുരങ്കത്തിലുണ്ടായിരുന്നത് 22 പേർ. 12 പേരെ രക്ഷപ്പെടുത്തി. 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഗ്വാളിയർ ആഗ്ര NHൽ പുലിത്തോലുമായി നായാട്ടു സംഘത്തെ പിടികൂടിയതിൽ വൻ വഴിത്തിരിവ്. പ്രത്യേക അന്വേഷണം പ്രമുഖ വന്യജീവി സംരക്ഷണ സംഘടനയായ വൈൽഡ് ലൈഫ് SOSലേക്ക്. സംഘം പിടിയിലായത് ജൂലൈ 23-ന്. NGOയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ മേധാവി തന്നെ ആസൂത്രണം ചെയ്ത നാടകമെന്ന് മധ്യപ്രദേശ് സ്റ്റേറ്റ് ടൈഗർ സ്ട്രൈക്ക് ഫോഴ്സിന്റെ കണ്ടെത്തൽ. ഇന്ത്യയുമായുള്ള അതിർത്തി ഉടമ്പടി കണ്ടെത്താനാവാതെ നേപ്പാൾ. രേഖകൾ സൂക്ഷിച്ചതിനെക്കുറിച്ച് വിവരമില്ലെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉടമ്പടി ഒപ്പിട്ടത് 1816-ൽ യുദ്ധത്തിൽ നേപ്പാൾ തോറ്റപ്പോൾ. 1950-ൽ ഇന്ത്യ നേപ്പാൾ സമാധാന സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചു. യഥാർത്ഥ ഉടമ്പടി തേടി നേപ്പാൾ ഇറങ്ങിയത് അതിർത്തി തർക്കങ്ങൾ വർദ്ധിച്ചതോടെ. അമേരിക്കക്കാർ ഗ്യാസിന് ഇനിയും കൂടുതൽ വില നൽകണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവ യുദ്ധം വികസിപ്പിക്കുന്നത് തടയാൻ യുദ്ധം തുടരണം. ഇപ്പോൾ വില കുറയ്ക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയത് ന്യൂയോർക്ക് ഗാർഡൻ സിറ്റിയിലെ റാലിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്യാസിന് 29% അധിക വില. ഹോർമുസിലെ കപ്പൽ ഗതാഗത പാതയെക്കുറിച്ച് ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വക്താവ്. റിപ്പോർട്ട് വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗയെ ഉദ്ധരിച്ച്. അതേസമയം ഹോർമുസ് തുറക്കലിൽ തീരുമാനമായില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ അധീന പ്രദേശമാകുമെന്നും പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. സിംബാബ്വെ ബോട്ട് അപകടത്തിൽ മരണം 72. ദുരന്തം. ബോട്ട് കാറ്റിലകപ്പെട്ട് ബോട്ടിനുള്ളിൽ പരിധിയിലുമധികം യാത്രക്കാരുണ്ടായിരുന്നതായും റിപ്പോർട്ട്. സിംബാബ്വെയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലദുരന്തം. ബോട്ടിലുണ്ടായിരുന്നത് സിംബാബ്വെ സാംബിയ അതിർത്തിയിലെ കരിബ തടാകത്തിന് ചുറ്റും താമസിച്ചിരുന്നവരും വ്യാപാരികളും. തകർപ്പൻ പ്രകടനത്തോടെ ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് വിജയം കുറിച്ച് ബംഗ്ലാദേശ്. രണ്ടാം ഇന്നിംഗ്സിൽ ഒസീസ് ഉയർത്തിയ 57 റൺസ് വിജയലക്ഷ്യം 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ബംഗ്ലാദേശ് നേടി. ഇതോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ബംഗ്ലാദേശ് മുന്നിലെത്തി.